ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത്ര നേരത്തെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് മിന്നൂസിന് 7:10 പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയിലെത്തി ഒന്ന് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് പറഞ്ഞേക്കായിരുന്നു കേട്ടോ. എന്തെങ്കിലുമല്ല നമുക്ക് ഇഷ്ടമുള്ള സംഭവം. ഇപ്പോൾ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. മൈദയും കൊണ്ട് നമുക്ക് പൂരിയാക്കുന്നത്. പൂരിയും അതുപോലെ കട്ടഞ്ചായ കറി വേണം. എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ കറി വേണ്ട, കട്ടനാക്കാം. സമയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മുട്ട റോസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ നേരത്തെ പോകുമെന്ന് പറയാൻ പറ്റില്ല, എപ്പോഴാണ് പോവുകയാണ് സമയം എപ്പോഴാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ വിളിച്ച് അടുക്കളയിലെത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ പൂരിക്കുള്ളത് കുഴക്കലെടുത്തിട്ടോ ഇത്രയും പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. കുറച്ച് ഓക്ക് ഇതാക്കിയിട്ട് വേറെ എന്താ ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി എത്തിയിട്ടോ. ഞാൻ ഓക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല, അപ്പം എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ എത്തിയിട്ടോ. ഞാനത് മിനിമം ചായ അടിച്ചിട്ടെടുത്തിട്ടോ 5 പൂരി ഉണ്ടാക്കിയേക്കണേ. 3 നിന്നോ 2 നിന്നു, ഇനി ഒന്നും കൂടി നിന്നോ. ഇതാ മിന്നൂസ് പോവാനായിട്ടോ. ഒരുങ്ങി ഇറങ്ങാനായി. ഇനി എന്താ പറഞ്ഞോളൂ? ഉപ്പ് പേനെ ഇതെല്ലാം ട്യൂഷനൊക്കെയുള്ളൊരു സംഭവമാണ് കേട്ടോ. പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനത്തെ നോക്കട്ടെ 4-ാം തീയതി. ഏതായിരുന്നു ഫിസിക്സ്. അവിടെ വെള്ളമുണ്ട്, പെട്ടെന്നല്ലേ. അപ്പം അങ്ങനെയുള്ളു. സൈനും മേടിച്ചോള് പോവുകയായിട്ടോ. അല്ല ഇത് മറ്റേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തല്ലോ, യൂട്യൂബ് ഇതൊക്കെ. വലൈക്കും സലാം. സംഭവം എന്താ അറിയാം, 11 പോകണുണ്ടാവില്ല. ഇവിടെ 7:30 ആയിട്ടില്ല കേട്ടോ, 7:15 അപ്പോൾ കൂടണ ഓട്ടം കണ്ടോ. വെള്ളിയാഴ്ച ആകുമ്പോൾ പിന്നെ നേരത്തെ പോകണം കേട്ടോ. ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. അത് 7:45 പറഞ്ഞാൽ ക്ലാസ് റൂം പറഞ്ഞാൽ നമ്മളിവിടുന്ന് ഒരു 7:15 ഇറങ്ങണം കേട്ടോ. അങ്ങനെ അതാ ഇപ്പം ഞാനേ ചായടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എൻ്റെതും അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു. ഞാൻ ചായ അടിച്ചു കേട്ടോ. ചായ ഞാൻ 300 മാത്രമായിട്ട് അപ്പം ചായ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ചായ ഉണ്ടാക്കി ഒരു 2 പൂരി ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിച്ചിട്ടോ, മതി കേട്ടോ. രാവിലെ തന്നെ ആകുമ്പോൾ വല്ലാതെ കഴിച്ചാലാണ് പോകില്ല കേട്ടോ. നമുക്ക് രാവിലെ എനിക്ക് ഓർക്കില്ല പ്രശ്നമാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾക്ക് വിശക്ക് ഒരു 10-11 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ 2 സ്കൂളിലേക്കാരം. ഞാൻ ചില സമയത്തൊക്കെ ചായ ഞങ്ങൾ വാങ്ങിക്കും, അപ്പം അങ്ങനെ കുടിക്കും. പക്ഷെ ഓൾക്ക് അതും കിട്ടൂലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ചു കേട്ടോ, പോരുന്ന സമയത്ത് ട്യൂഷനൊക്കെ കഴിഞ്ഞ് പോരുന്ന സമയത്ത് അവിടെ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ടൈം ഉണ്ടാവില്ല, 9:30 കൃത്യം ക്ലാസ്സിലെത്തണം സ്കൂളിൽ, 9:30. അപ്പോൾ അവൾ പറഞ്ഞു സമയം ഉണ്ടാവില്ല എന്നാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഉള്ളൊരു ഓപ്ഷൻ ഉച്ചക്കത്തെ ഫുഡാണ്, അതും കഴിക്കലൊക്കെ കണക്ക് തന്നെ ആവട്ടോ അത്. അപ്പോൾ ഞാൻ ഇനി എന്തായിട്ടുണ്ടെന്ന് വെച്ചാൽ പോകാനായിട്ട് ഒരുങ്ങട്ടെ കേട്ടോ. ചായടിയൊക്കെ കഴിഞ്ഞ് ഓൻ്റെ സായിപ്പിൻ്റെ ഒരു നേരം ചായടിയും ഒക്കെ കഴിഞ്ഞ് ഓനവിടെ ഒരുങ്ങി ഇരിക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ മാറ്റാനായിട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് സ്കൂളിലെത്തിയിട്ട് കാണാം. പിന്നെ ഇതാ ഉച്ചക്കത്തെ സ്കൂളത്തെ ലഞ്ചാണ് കേട്ടോ. മുട്ടത്തോരനും അതുപോലെ ചോറും സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഒഴിച്ചില്ല. പിന്നെ ഞങ്ങൾ പോരുന്ന സമയത്ത് പിന്നെ ക്ലാസ് കഴിഞ്ഞ് ക്ഷണിച്ച് വരികയല്ലേ, അപ്പോൾ ചായയും ഉണ്ടയും കഴിച്ചിട്ടോ. ഓള് ചിക്കൻ റോളാട്ടോ എടുത്തത്. ഇതാ അങ്ങനെ നമ്മൾ പോന്നു കേട്ടോ. നല്ല ക്ലിയർ ഉണ്ട് ടീ. അപ്പോൾ ഇനി കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ, 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ അത് വന്നേക്ക് പെട്ടെന്ന് തന്നെ രാത്രിക്കത്തേക്കുള്ള ഫുഡ് ആക്കുന്ന തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ.
അങ്ങനെ അതാ നമ്മൾ രാത്രിയിലത്തെ ചോറൊക്കെ കഴിഞ്ഞപ്പോൾ അതാ നാളത്തേക്കുള്ള ഉപ്പേരിക്കുള്ളത് സെറ്റാക്കാൻ കേട്ടോ. ബീട്രൂട്ട് നാളെ ഒക്കെ ട്യൂഷന് പോകുമ്പോൾ ചോറ് വേണ്ടി വരും കേട്ടോ. വേണ്ടേ? 4 മണി വരെ അല്ലേ? അപ്പോൾ അതിനുള്ള ഉപ്പേരിക്കുള്ളത് സെറ്റാക്കാൻ കേട്ടോ. കട്ട് ചെയ്ത് വെച്ചാൽ അറിയോ, പിന്നെ നമുക്ക് രാവിലെ ഇത് നമുക്കൊന്ന് കണ്ടത് ഇതൊക്കെ ഒരു നുള്ളുമ്പോൾ പണിയല്ലേ. അത് ചെറുതായി കട്ട് ചെയ്യും വേണം. പിന്നെ ഇത് രാത്രിയാണ് ചെയ്ത് വെച്ചാൽ പിന്നെ രാവിലെ നമുക്കത് എടുത്ത് കഴുകിയാണ്ട് അടുപ്പത്തിട്ടാൽ പോരെ. പിന്നെ നമുക്ക് പണിക്ക് ലാഭ ആക്കിയേക്കാം കേട്ടോ കട്ട് ചെയ്യൽ കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബീട്രൂട്ട് ഈ വെള്ളം ഉണ്ടല്ലോ ഇങ്ങനെ അത് ചുണ്ടുമ്മ തേച്ചിട്ട് ചോദിച്ചു എന്താ ചുണ്ടുമ്മ തേച്ചിക്കണമെന്നൊക്കെ ചോദിച്ചു കേട്ടോ. കറണ്ട് പോയി ഗൈസ്. അപ്പോൾ അതിൽ പെട്ട് കിടക്കണം. പകുതി കഴിഞ്ഞില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓള് വായിച്ചു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഓളാണ് കറണ്ട് പോയപ്പോൾ ഇങ്ങോട്ട് വരുത്തണം വിളിച്ചോളൂ ഇച്ച് ലേറ്റായി ഫോൺ എടുത്താണ്. ഓക്കെ, അപ്പോൾ അങ്ങനെതാ നമ്മളെ ബീട്രൂട്ട് കട്ട് ചെയ്യലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അതവിടെ ഒരു ഭാഗത്ത് സെറ്റാക്കിയിട്ടോ. അപ്പോൾ നമ്മൾ ചുണ്ടിൽ ലിപ്സ്റ്റിക്കോ ലിപ് ബാമോ ഒന്നും അല്ല കേട്ടോ. നമ്മളതാ ബീട്രൂട്ടിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ നീര് അതാക്കിയതാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിലാണ് അങ്ങനെ ആക്കലുണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നല്ലതാണെന്നോ തോന്നുന്നു, നല്ലതാണ്, ബീട്രൂട്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ നമ്മളത്. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.